വിക്രമാദിത്യ കഥകൾ ഭാഗം 24. ശാരദ. മൂന്നാം ദിവസം വീണ്ടും സ്ഥാനാരോഹണത്തിന് വേണ്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഭോജരാജാവ് മൂന്നാമത്തെ പടിയിൽ കാൽ വെച്ചപ്പോൾ അവിടെ നിന്നിരുന്ന ശാരദ എന്ന സാലഭഞ്ജിക പറഞ്ഞു: ഭോജരാജാവേ, ഇത്രയൊക്കെ ആയിട്ടും ഇതിൽ കയറാനുള്ള അങ്ങയുടെ മോഹം തീർന്നില്ലേ? അങ്ങേക്ക് ഇതിനുള്ള അർഹത എന്താണ്? വിക്രമാദിത്യ ചക്രവർത്തിയുടെ മഹിമാതിശയങ്ങളെ സ്പഷ്ടമാക്കുന്ന ഒരു കഥ കൂടി വേണമെങ്കിൽ കേട്ടോളൂ, ഞാനത് പറഞ്ഞു തരാം. ഭോജരാജാവ് ഉത്സുകനായി. ശരി, കേൾക്കട്ടെ. സാലഭഞ്ജിക കഥ ആരംഭിച്ചു. ഉജ്ജയിനിയിൽ ബ്രഹ്മാനന്ദൻ എന്നു പേരായ ഒരു ബ്രാഹ്മണ വര്യനുണ്ടായിരുന്നു. തപപ്രഭാവത്തിൽ സംജാതനായ പുത്രന് 7 വയസ്സായപ്പോൾ അയാൾ ഒരു ദിവസം അവനെയും കൂട്ടി സമുദ്ര സ്നാനത്തിന് പോയി. സ്നാനത്തിനിടയിൽ ഒരു മകര മത്സ്യം ബാലനെ വിഴുങ്ങിക്കളഞ്ഞു. അയാൾ വിക്രമാദിത്യന്റെ സന്നിധിയിലെത്തി സങ്കടം ബോധിപ്പിച്ചു. വിക്രമാദിത്യ മഹാരാജാവ് ബ്രാഹ്മണന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ബ്രാഹ്മണനെയും കൂട്ടി കടൽക്കരയിലേക്ക് നടന്നു. അപ്പോൾ രാജാവിന് കാട് 6 മാസം തുടങ്ങാറായ സന്ദർഭമായിരുന്നു. വിക്രമാദിത്യൻ കടലിൽ ഇറങ്ങിയപ്പോൾ ബാലനെ വിഴുങ്ങിയ മത്സ്യം അദ്ദേഹത്തെയും വിഴുങ്ങി. രാജാവ് അങ്ങനെ മത്സ്യത്തിന്റെ വയറ്റിലെത്തി. അവിടെ ഒരു മഹാനഗരമായിരുന്നു. കുറെ തിരഞ്ഞപ്പോൾ ബാലനെ കണ്ടെത്തി. അവനെയും കൂട്ടി മത്സ്യത്തിന്റെ വയറ് പിളർന്ന് അദ്ദേഹം മുകളിലെത്തി. ഒരു മാന്ത്രിക വിധിയാൽ മത്സ്യത്തിന്റെ പിളർന്ന വയർ അടയ്ക്കാനും അദ്ദേഹം മറന്നില്ല. കരയിൽ വന്ന് വേതാളത്തിന്റെ മുകളിലേറി അദ്ദേഹം വിദർഭ രാജ്യത്തിലെത്തി. വിദർഭ രാജാവിന്റെ ഓമന മകളായ സന്താനവല്ലി സർവാംഗ സുന്ദരിയായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ ധാരാളം രാജകുമാരന്മാർ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ രാജാവ് മകൾക്ക് സ്വയംവരം ഏർപ്പെടുത്തി. അവൾക്ക് ഇഷ്ടമുള്ള യുവാവിനെ വരിക്കാനുള്ള അവകാശമാണ് അദ്ദേഹം തൻ്റെ മകൾക്ക് കൊടുത്തത്. സ്വയംവരാഘോഷം നാട് മുഴുവൻ കൊണ്ടാടിയിരുന്നു. അതിനിടയിലാണ് വിക്രമാദിത്യൻ അവിടെ എത്തിയതും വിവരങ്ങൾ അറിഞ്ഞതും. വിക്രമാദിത്യൻ വേതാളത്തെ അയച്ച് കുറെ അമൂല്യ രത്നങ്ങൾ വരുത്തി വിക്രമ വ്യാപാരി എന്ന പേരിൽ ഒരു വലിയ കട തുടങ്ങി. ആ കടയിലുണ്ടായിരുന്ന രത്നങ്ങളുടെ എണ്ണവും ഭംഗിയും മൂലം അദ്ദേഹം പെട്ടെന്ന് പ്രശസ്തനായി. സ്വയംവരത്തിന് വന്നു താമസിച്ചിരുന്ന രാജാക്കന്മാർ പോലും എപ്പോഴും ഈ കടയിലായിരുന്നു വാസം. പലരും പറഞ്ഞു കേട്ട് രാജാവും പുതിയ വ്യാപാരിയുടെ ഐശ്വര്യത്തിൽ മനം മയങ്ങി മകളുടെ സ്വയംവരത്തിന് വിക്രമ വ്യാപാരിയെ പ്രത്യേകം ക്ഷണിച്ചു. അയാൾ അതിഥിയായിരുന്നു. അലങ്കരിക്കപ്പെട്ട മണിമഞ്ചങ്ങളിൽ സന്നിഹിതരായിരുന്ന രാജാക്കന്മാരുടെ ഇടയിലേക്ക് സർവാഭരണ വിഭൂഷിതയായ സന്താനവല്ലി മന്ദം മന്ദം പ്രവേശിച്ചു. ഓരോ രാജാക്കന്മാരെയും കാണുകയും അവരുടെ ചരിത്രം തോഴി മുഖേന അറിയുകയും ചെയ്തുകൊണ്ട് അവൾ വിക്രമ വ്യാപാരിയുടെ അടുത്തെത്തി. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അവളുടെ ഹൃദയം തരളിതമായി തീരുകയും അവൾ വരണമാല്യം ആ കണ്ഠത്തിൽ അണിയിക്കുകയും ചെയ്തു. മഹാപ്രതാപികളായ രാജാക്കന്മാരെ അവഗണിച്ചുകൊണ്ട് ഒരു രത്നവ്യാപാരിയെ സന്താനവല്ലി ഭർത്താവായി സ്വീകരിച്ചത് പലർക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. പല രാജാക്കന്മാരും പിണങ്ങിപ്പോയി. രാജകുമാരിയുടെ മാതാപിതാക്കൾക്കും മകളുടെ അവിവേകമോർത്ത് മനോവേദനയുണ്ടായി. ഇതെല്ലാം കണ്ടപ്പോൾ സന്താനവല്ലിക്കും താൻ തെറ്റു ചെയ്തുവെന്ന് തോന്നി. അദ്ദേഹത്തെ ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഒരു ചക്രവർത്തിയുടെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ കുടികൊള്ളുന്നതിനാലാണ് അവൾ വിക്രമാദിത്യനെ മാലയിട്ടത്. ഇപ്പോൾ അത് അവൾക്കൊരു അബദ്ധമായി പോയെന്ന ചിന്ത ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ സമ്മതപ്രകാരം അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ അവൾ തീരുമാനിച്ചു. രാത്രിയായപ്പോൾ വിക്രമാദിത്യന്റെ കിടക്കയ്ക്കരികിൽ തിരശീല സ്ഥാപിക്കുകയും അതിനപ്പുറത്ത് സന്താനവല്ലിയും ബന്ധുക്കളും ഇരിക്കുകയും ചെയ്തു. വിക്രമാദിത്യ മഹാരാജാവിന് ഇതിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം വേതാളത്തെ തിരശീലയിലേക്ക് സന്നിവേശിപ്പിക്കുകയും അങ്ങനെ തിരശീലയ്ക്ക് സംസാരിക്കാനുള്ള കഴിവ് ലഭിക്കുകയും ചെയ്തു. എന്നിട്ട് വേതാളത്തെ സന്നിവേശിപ്പിച്ച ആ തിരശീലയോട് വിക്രമാദിത്യ മഹാരാജാവ് സംസാരിക്കാൻ ആരംഭിച്ചു.
അല്ലയോ തിരശീലെ, എൻ്റെ പത്നിയായ സന്താനവല്ലി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. എനിക്കാണെങ്കിൽ ഒട്ടും ഉറക്കം വരുന്നില്ല. ഏതായാലും നീയൊരു കഥ പറയൂ. അപ്പോൾ തിരശീല തൻ്റെ പരാതി വിക്രമാദിത്യനോട് പറഞ്ഞു. ഹേ പ്രഭു, വെറും തുണി മാത്രമായ എന്നെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. ഈ പരതസ്ഥിതിയിൽ ഞാൻ എങ്ങനെ കഥ പറയും? തിരശീല സംസാരിക്കുന്നത് കേട്ട് സന്താനവല്ലിയും ബന്ധുക്കളും അതിശയിച്ചു. അവർ തിരശീലയുടെ കെട്ടുകൾ അഴിച്ചു കളഞ്ഞ് അതിനെ സ്വതന്ത്രമാക്കി. ഇപ്പോൾ നവദമ്പതികൾക്ക് പരസ്പരം കാണാം. തിരശീല ഒന്ന് ദീർഘമായി നെടുവീർപ്പെട്ടതിനു ശേഷം കഥ പറയാൻ ആരംഭിച്ചു. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് തിരശീല പറഞ്ഞ കഥ കേട്ടാലോ? മഗധ രാജാവായ ചന്ദ്രഗുപ്തന് 120 പത്നിമാരുണ്ടായിരുന്നു. എങ്കിലും ആർക്കും സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവസാനം ഈശ്വരാനുഗ്രഹത്താൽ പ്രഥമ പത്നി ഗർഭിണിയാവുകയും സുന്ദരനായ ഒരു കുമാരനെ പ്രസവിക്കുകയും ചെയ്തു. ഭാസ്കരവർമ്മൻ എന്നായിരുന്നു ആ രാജകുമാരന്റെ പേര്. അവൻ വളർന്ന് വിവാഹകാലമായപ്പോൾ സുന്ദരിയായ ഒരു വധുവിനെ തിരയാൻ വേണ്ടി കുമാരന്റെ ഛായാചിത്രവും കൊണ്ട് പലരും പല വഴിക്കും യാത്ര ആരംഭിച്ചു. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും അദ്ദേഹത്തിന് അനുയോജ്യയായ ഒരു രാജകുമാരിയെ കണ്ടുപിടിക്കാൻ കഴിയാതെ എല്ലാവരും നിരാശരായ ആ രാജകിങ്കരന്മാർ ഒരു നദിക്കരയിൽ താവളമടിച്ചു. വീരാടപുരത്തിലെ രാജാവിന് 21 ഭാര്യമാരിലും സന്താനമില്ലാതെ തപസ് ചെയ്തതിൻ്റെ ഫലമുണ്ടായ പുത്രിയാണ് ആനന്ദബായി. ദേവസുന്ദരികളുടേതുപോലുള്ള ആകാര സൗന്ദര്യമുള്ള ആനന്ദബായിക്കും അനുരൂപനായ ഭർത്താവിനെ കണ്ടുകിട്ടാത്തതിനാൽ പിതാവ് നിയോഗിച്ച പ്രകാരം ഒരു സംഘം ചാരന്മാർ എല്ലാ ദേശങ്ങളിലേക്കും അന്വേഷണത്തിന് പോയിരുന്നു. നിരാശരായ അവർ മേൽപ്പറഞ്ഞ നദിയുടെ മറുകരയിൽ കൂടാരം അടിച്ചു. കുറെ സമയം കഴിഞ്ഞപ്പോൾ 2 സംഘങ്ങളും പരസ്പരം കണ്ടുമുട്ടുകയും അവരവരുടെ ഉദ്ദേശങ്ങൾ വെളിവാക്കുകയും ചെയ്തു. അന്വേഷിച്ചത് കണ്ടെത്തിയതിൻ്റെതായ സംതൃപ്തി 2 കൂട്ടർക്കുമുണ്ടായി. യോജിച്ചയാളെ തന്നെ കിട്ടിയതിനാൽ അവരുടെ വിവാഹം നടത്താൻ രാജാക്കന്മാർ നിശ്ചയിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ ഭാസ്കരവർമ്മന്റെയും ആനന്ദബായിയുടെയും വിവാഹം ആർഭാടപൂർവ്വം നടത്തപ്പെട്ടു. സദ്യയും വിനോദ പരിപാടികളുമായി ആ നഗരം മുഴുവൻ അന്ന് ഉത്സവം ആഘോഷിച്ചു. വിവാഹിതരായ നവദമ്പതികൾക്ക് വേണ്ടി ചന്ദ്രഗുപ്തൻ 7 നിലയുള്ള ഒരു മനോഹര കൊട്ടാരം പണി തീർത്തു കൊടുത്തു. സുഖജീവിതത്തിനുള്ള സകല സജ്ജീകരണങ്ങളും ആ കൊട്ടാരത്തിലുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിന്റെ സമീപം പതിവായി അർദ്ധരാത്രി സമയത്ത് ദേവകന്യകൾ സ്നാനത്തിന് വരാറുണ്ട്. ഒരു ദിവസം അവർ ആ വലിയ കൊട്ടാരം കണ്ട് വിസ്മയിച്ച് അത് നന്നായി കാണാൻ വേണ്ടി അടുത്തു വന്നു. പൂനിലാവും ഇളം കുളിർക്കാറ്റും അലഞ്ഞു നടന്നിരുന്ന ആ മാളികയിലെ മുറികൾ വീക്ഷിച്ചുകൊണ്ട് ദേവസുന്ദരികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അലങ്കരിച്ച മണിമഞ്ചത്തിൽ അതിസുന്ദരനായ ഭാസ്കരവർമ്മൻ ശയിക്കുന്നത് ദൃഷ്ടിയിൽപ്പെട്ടു. അയാളുടെ സുന്ദരമായ മുഖം കണ്ട് അവർ അനുരാഗ ലോലകളായി തീർന്നു. അവർ അയാളെ ഉണർത്താതെ തന്നെ ദേവലോകത്തേക്ക് തിരിച്ചു. 7 ദിവസം തങ്ങൾ ഊഴമിട്ട് രാജകുമാരനോടൊത്ത് ജീവിക്കാനും 8-ാം നാൾ ആനന്ദബായിയുടെ അരികിൽ കൊണ്ടുവരുവാനും അവർ തീർച്ചയാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറങ്ങിക്കിടന്ന ഭർത്താവിനെ അന്വേഷിച്ച് ആനന്ദബായി എത്തി. പക്ഷേ ആ സൗധത്തിലൊന്നും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അവൾ പിതാവിനെ വിവരമറിയിച്ചു. ഉടൻ രാജാവ് വന്നു. അലമുറയിട്ട് കേഴുന്ന ആനന്ദബായിയെയും നഷ്ടപ്പെട്ട ഭാസ്കരവർമ്മനെയും ഓർത്ത് അദ്ദേഹം ദുഃഖിച്ചു. നാടിൻ്റെ നാനാഭാഗങ്ങളിലും തിരയാൻ ആളുകളെ വിട്ടെങ്കിലും അവർക്കാർക്കും ഭാസ്കരവർമ്മനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജനങ്ങൾ ദൃഢമായി വിശ്വസിച്ചത് തങ്ങളുടെ യുവരാജാവിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്നാണ്. എന്നാൽ 8 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ഭർത്താവ് തൻ്റെ അടുത്ത് വന്നു എന്ന് ആനന്ദബായിക്ക് തോന്നാറുണ്ട്. അത് വെറും സ്വപ്നമാണെന്നാണ് അവൾ കണക്കാക്കിയിരുന്നത്. തിരശീല കഥ പറച്ചിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ കഥയുടെ ബാക്കി ഭാഗം അറിയില്ല. ഇവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ശരവിളക്കിനോട് ചോദിച്ചാൽ അത് ബാക്കി പറഞ്ഞു തരും. വിക്രമാദിത്യ മഹാരാജാവ് വേതാളത്തെ ശരവിളക്കിൽ പ്രവേശിപ്പിച്ചിട്ട്
തിരശീല പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗം പറയാൻ ആവശ്യപ്പെട്ടു. സന്താനവല്ലിയും കൂട്ടരും ആശ്ചര്യത്താൽ വിടർന്ന മിഴികളോടെ കേൾക്കുവാൻ തയ്യാറായി ഇരുന്നു. കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ശരവിളക്ക് പറഞ്ഞ കഥ കേട്ടാലോ? രാജകുമാരൻ അപ്രത്യക്ഷനായതു മുതൽ രാജകൊട്ടാരത്തിൽ ശക്തമായ കാവൽ ഏർപ്പെടുത്തിയെങ്കിലും 8 ദിവസത്തിലൊരിക്കൽ അപ്സരസുകൾ ഭാസ്കരവർമ്മനെ കൊണ്ടുവന്ന് ആനന്ദഭായിയുടെ അടുത്താക്കിയിരുന്നു. ഈ വാസ്തവം നമ്മുടെ ആനന്ദവല്ലി അറിഞ്ഞിരുന്നില്ല. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവളിൽ ഗർഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പുരുഷ സാന്നിധ്യമില്ലാതെ ഇതെങ്ങനെ സംഭവിക്കുവാനാണ്? ആനന്ദഭായിക്ക് ഇതിന് ഉത്തരമുണ്ടായിരുന്നില്ല. കളവ് കണ്ടുപിടിക്കാൻ തോഴിമാർ ആനന്ദഭായിയുടെ കട്ടിലിന് ചുവട്ടിൽ മണൽ വിരിച്ചു. പുറമേ നിന്ന് ആരെങ്കിലും വന്നാൽ അതിൽ കാലടയാളം പതിയുമല്ലോ. ആ ശ്രമവും പാഴായി. ഓരോ 8 ദിവസം കൂടുമ്പോഴും ഭർത്താവ് തൻ്റെ കൂടെ ഉള്ളതായി ആനന്ദഭായിക്ക് അനുഭവപ്പെട്ട കാര്യം തോഴിമാർ മുഖേന രാജാവിനെ അറിയിച്ചു. അദ്ദേഹത്തിന് അത് കേട്ട് ആശ്ചര്യമായി. പുരുഷ സംസർഗമില്ലാതെ സ്ത്രീ ഗർഭിണിയാകുകയില്ലെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. തൻ്റെ പുത്രിക്കുണ്ടായ അപമാനത്തിൻ്റെ പേരിൽ ദുഃഖിതനായ രാജാവിന് ഈ അപമാനം സഹിക്കുവാൻ കഴിഞ്ഞില്ല. പിഴച്ചുപോയ അവളെ നിയമമനുസരിച്ച് അർദ്ധരാത്രിയിൽ കാട്ടിൽ കൊണ്ടുവിടുവാൻ അദ്ദേഹം ഉത്തരവിട്ടു. ദുഷ്ടമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ ആ വനപ്രദേശത്ത് ഏകാകിനിയായി അലഞ്ഞു തിരിയേണ്ടി വന്ന ആനന്ദഭായിയുടെ ദുരവസ്ഥ സങ്കല്പിക്കുവാൻ പോലും പ്രയാസമായിരുന്നു. 8 മാസം ഗർഭമുള്ള ആ സുന്ദരിയായ രാജകുമാരി എല്ലാവരാലും പഴിക്കപ്പെടുന്നതിന് കാരണം സുഖതൽപരകളായ അപ്സരസുകളുടെ മാന്ത്രിക പ്രഭാവമാണെന്ന് ആർക്കറിയാം? നിരാലംബയായി കൊടുങ്കാട്ടിൽ തള്ളപ്പെട്ട അവൾ അകലെ ഒരു ദീപം കണ്ട് ഉത്സാഹഭരിതയായി അങ്ങോട്ട് ഓടിച്ചെന്നു. അത് ഒരു ചുടുകാടായിരുന്നു. മരിച്ചുപോയ മകളെ ദഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദാസി ആനന്ദഭായി ഓടി വരുന്നത് കണ്ട് അവളെ തടഞ്ഞു നിർത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. മരിച്ചുപോയ പുത്രിക്ക് പകരം നിന്നെ എനിക്ക് ദൈവം തന്നതാണ് എന്ന് പറഞ്ഞ് അവൾ രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുപോയി. ആനന്ദഭായിയുടെ പ്രസവ സമയം സമീപിച്ചു. പിറക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അതിനെ കൊന്നുകളയണമെന്നും പെൺകുട്ടിയാണെങ്കിൽ വളർത്തണമെന്നും ദാസി സൂതി കർമ്മിണിയെ ചട്ടം കെട്ടി. കുമാരി പ്രസവിച്ചത് കോമള സുന്ദരനായ ഒരു ആൺ പൈതലിനെ ആയിരുന്നു. കുട്ടിയോട് ദയ തോന്നിയ സൂതി കർമ്മിണി അവനെ കൊല്ലുന്നതിന് പകരം അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിന്റെ നടയിൽ കൊണ്ടുചെന്ന് കിടത്തുകയാണ് ചെയ്തത്. പകരം ആനന്ദഭായിയുടെ അരികിൽ ഒരു മരപ്പാവയെ കിടത്തി. പ്രസവം കഴിഞ്ഞ് ഉണർന്നപ്പോൾ താൻ ജന്മം നൽകിയത് ഒരു മരപ്പാവയ്ക്കാണല്ലോ എന്നോർത്ത് കുമാരി വളരെയധികം വിഷാദിച്ചു. ശരവിളക്ക് കഥ നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഇത്രയേ അറിയൂ, ഇതിന്റെ ബാക്കി ഇനി തലയണ പറയും. വിക്രമാദിത്യ മഹാരാജാവ് വേതാളത്തെ തലയണയിൽ സന്നിവേശിപ്പിച്ച് കഥ തുടരുവാൻ ആവശ്യപ്പെട്ടു. കൽപ്പന പ്രകാരം തലയണ കഥ ആരംഭിച്ചു. കൂട്ടുകാരെ, അപ്പോൾ തലയണ പറഞ്ഞ കഥ കേട്ടാലോ? ക്ഷേത്രനടയിൽ കിടന്നിരുന്ന കുഞ്ഞിനെ ഒരു പാമ്പ് കണ്ടു. ഭാസ്കരവർമ്മന്റെ വംശത്തോട് കൂറുണ്ടായിരുന്ന പാമ്പ് ഈ കുഞ്ഞ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ എടുത്ത് നല്ലൊരു സ്ഥലത്ത് കിടത്തി. അടുത്ത പ്രഭാതത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ ചന്ദ്രഗുപ്ത രാജാവ് കുട്ടിയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അപ്രത്യക്ഷനായ സ്വപുത്രന്റെ മുഖഛായ കണ്ട് സന്തോഷിക്കുകയും എടുത്തു വളർത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ജയരാമൻ എന്ന നാമധേയത്തിൽ കുട്ടി രാജാവിന്റെ കീഴിൽ വളർന്ന് ഒരു യുവാവായി തീർന്നു. സർവഗുണ സമ്പന്നനായ അവനിൽ ചന്ദ്രഗുപ്തന് പ്രത്യേകം താല്പര്യമുണ്ടായിരുന്നു. ഒരു ദിവസം ആ നഗരത്തിൽ ഒരു ഉത്സവം നടന്നു. ദാസീഗ്രഹത്തിൽ ആളറിയാതെ താമസിച്ചിരുന്ന ആനന്ദഭായി ഉത്സവത്തിൽ വെച്ച് ജയരാമനെ കണ്ടു. ഭർത്താവിൻ്റെ സദൃശനായ അവൻ ചെറുപ്പമായിരുന്നതിനാൽ അത് മറ്റാരോ ആയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. ജയരാമനും ആനന്ദഭായിയെ കാണാനിടയായി. അവളുടെ സൗന്ദര്യം കണ്ട് അവൻ ഹർഷപുളകിതനായി. രാജകുമാരൻ വസ്ത്രാഭരണഭൂഷിതനായി ദാസീഗ്രഹത്തിലേക്ക് നടന്നു. ഇരുട്ടുമൂലം അയാൾ അവിടെ കിടന്നിരുന്ന ഒരു പശുക്കുട്ടിയുടെ വാലിൽ ചവിട്ടി. പശുക്കുട്ടി അതിൻ്റെ അമ്മയോട് പരാതി ബോധിപ്പിച്ചു. തള്ളപ്പശു പറഞ്ഞു, സ്വന്തം മാതാവിൻ്റെ സവിധത്തിൽ പോകുന്ന ഇവൻ നിന്റെ വാലിൽ ചവിട്ടിയത് സാരമാക്കാനില്ല. ഇത് ജയരാമൻ കേട്ടെങ്കിലും പശുവിൻ്റെ വാക്ക് കണക്കിലെടുത്തില്ല. അവൻ ദാസിയുടെ ഭവനത്തിലെത്തി.
അന്യ പുരുഷന്റെ ദർശനത്തിൽ പെടുവാൻ ഒട്ടും അഭിലാഷമില്ലാതെ ഈ ദുസ്ഥിതിക്ക് ഇടയാക്കിയ ഈശ്വരനെ ശപിച്ച് ആനന്ദഭായി കണ്ണീരൊഴുക്കിയിരിക്കുകയായിരുന്നു. ദാസി അവളെ നിർബന്ധപൂർവം രാജകുമാരൻ ഇരുന്നിരുന്ന മുറിയിലാക്കി പുറത്തുപോയി. ഇതിനിടയിൽ വികാര തരളിതനായി കഴിഞ്ഞ ജയരാമൻ ആഗതയുടെ നേർക്ക് കണ്ണയച്ചപ്പോൾ സ്തനത്തിൽ നിന്നും കുറെ മുലപ്പാൽ ചുരന്ന് അവന്റെ കണ്ണിൽ പതിച്ചു. ജയരാമന് വല്ലാത്ത ഇളഭ്യത തോന്നി. താൻ സ്പർശിക്കുക പോലും ചെയ്യാത്ത സ്ത്രീയുടെ സ്തന്യം കണ്ണിൽ പതിച്ചതിൻ്റെ കാരണം തീരെ മനസ്സിലായില്ല. വഴിയിൽ വെച്ച് തള്ളപ്പശു പറഞ്ഞത് ആ സമയത്ത് അവൻ്റെ ഓർമ്മയിലെത്തി. ഇതിലെന്തോ പന്തികേടുണ്ടെന്നുറപ്പിച്ച് അവൻ തിരികെ രാജകൊട്ടാരത്തിലെത്തി. പല പല ചിന്തകളാൽ ജയരാമന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ വാടിത്തളർന്ന മുഖവുമായി അവൻ ചന്ദ്രഗുപ്ത രാജാവിനെ സമീപിച്ച് ചോദിച്ചു, അച്ഛാ, എൻ്റെ സാക്ഷാൽ പിതാവ് ആരാണ്? അത്രയ്ക്കായ സ്ഥിതിക്ക് ഇനിയൊന്നും മറക്കേണ്ടതില്ലെന്ന് ധരിച്ച് രാജാവ് കഥകളെല്ലാം അവന് പറഞ്ഞുകൊടുത്തു. ജയരാമൻ അറിയിച്ചു, ഇവിടുത്തെ നഗരവീതിയിൽ അതിസുന്ദരിയായ ഒരു വനിതാ രത്നമുണ്ട്. അവളോട് ചോദിച്ചാൽ വിവരങ്ങളെല്ലാം വ്യക്തമായി അറിയാം. രാജാവ് ഉടൻ തന്നെ ആ ദാസിയെയും കൂടെ താമസിക്കുന്ന സ്ത്രീയെയും അവിടേക്ക് വിളിപ്പിച്ചു. രാജാവ് ദാസിയോട് ചോദിച്ചു, നിനക്ക് ഈ സ്ത്രീയെ കിട്ടിയത് എങ്ങനെയാണ്? ഇവൾ നിന്റെ ആരാണ്? സത്യമേ പറയാവൂ. കേൾക്കട്ടെ. ദാസി എല്ലാ വാസ്തവങ്ങളും രാജാവിനെ ബോധിപ്പിച്ചു. സ്വന്തം മകളുടെ ശവം ദഹിപ്പിച്ചുകൊണ്ടിരിക്കെ ആനന്ദഭായി ഓടി വന്നതും അവളെ മരണത്തിൽ നിന്നും രക്ഷിച്ചതും പ്രസവിച്ച ആൺകുട്ടിയെ കൊല്ലാൻ സൂതികർമ്മിണിയെ ഏൽപ്പിച്ചതും എല്ലാ കാര്യങ്ങളും അവൾ രാജാവിനോട് പറഞ്ഞു. രാജാവ് സൂതികർമ്മിണിയെ വരുത്തി ചോദ്യം ചെയ്തപ്പോൾ താൻ കുഞ്ഞിനെ കൊല്ലാതെ ക്ഷേത്രനടയിൽ കിടത്തിപ്പോന്നെന്ന് അവൾ മറുപടി കൊടുത്തു. രാജാവിൻ്റെ സംശയം തീർന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അദ്ദേഹം ഭഗവതിയിൽ ശരണം പ്രാപിച്ചു. അങ്ങനെ രാജാവിൻ്റെ പ്രാർത്ഥന കേട്ട് ഭഗവതി പ്രത്യക്ഷയായി പറഞ്ഞു, രാജാവേ, അങ്ങ് സംശയിക്കേണ്ട. ജയരാമൻ അങ്ങയുടെ പുത്രനായ ഭാസ്കരവർമ്മന് ആനന്ദഭായിൽ ജനിച്ചവനാണ്. ഭാസ്കരവർമ്മനെ കണ്ടു മോഹിച്ച് സപ്തദേവസ്ത്രീകൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവർ 8 ദിവസത്തിലൊരിക്കൽ അവനെ താഴേക്ക് കൊണ്ടുവന്ന് ആനന്ദഭായിയോട് ചേർത്തിരുന്നതിനാലാണ് അവൾക്ക് പുത്രയോഗമുണ്ടായത്. ആനന്ദഭായി ദേവസ്ത്രീകളെ പ്രാർത്ഥിച്ച് വ്രതമനുഷ്ഠിച്ചാൽ അവർ പ്രത്യക്ഷപ്പെടും. വരം എന്തു വേണമെന്ന് ചോദിച്ചാൽ ഭർത്താവിനെ മടക്കി കിട്ടിയാൽ മതി എന്ന് പറയണം. താൻ അറിയാതെ ചെയ്തു പോയ അപരാധത്തിന് രാജാവ് ആനന്ദഭായിയോട് മാപ്പ് ചോദിച്ചു. അതിനുശേഷം അവൾ രാജകൊട്ടാരത്തിൽ താമസിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ദാസിക്ക് തൻ്റെ കൂടെ കഴിഞ്ഞവൾ രാജകുമാരിയാണെന്ന് പിടികിട്ടിയത്. രാജാവ് ദാസിയുടെ തെറ്റുകൾ പൊറുക്കുകയും ദാസിക്കും സൂതികർമ്മിണിക്കും ധാരാളം ധനം നൽകി പറഞ്ഞയക്കുകയും ചെയ്തു. ഭഗവതിയുടെ നിർദ്ദേശമനുസരിച്ച് ആനന്ദഭായി വ്രതം തുടങ്ങി. സന്തുഷ്ടരായ ദേവസ്ത്രീകൾ ഭാസ്കരവർമ്മനെ മടക്കിക്കൊടുത്തു. കുറെ കാലമായി പിരിഞ്ഞിരുന്ന ദമ്പതികൾ അതിനുശേഷം സുഖമായി ജീവിച്ചു. ചന്ദ്രഗുപ്തന്റെ മരണശേഷം ഭാസ്കരവർമ്മൻ രാജാവായി. കഥയുടെ ഉപസംഹാരമായി തലയണ കൂട്ടിച്ചേർത്തു. അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ, അങ്ങല്ലാതെ മറ്റാര് പറഞ്ഞാലും ഞാൻ ഈ കഥ പറയുകയില്ല. അങ്ങ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും വെളിപ്പെടുത്തിയത്. തലയണയുടെ സംബോധന കേട്ടപ്പോഴാണ് സന്താനവല്ലിക്കും രാജാവിനും വിക്രമ വ്യാപാരിയെ ശരിക്കും മനസ്സിലായത്. അതുല്യ പ്രഭാവമുള്ള വിക്രമാദിത്യനാണ് തൻ്റെ ഭർത്താവ് എന്നറിഞ്ഞ സന്താനവല്ലി അദ്ദേഹത്തെ വണങ്ങി നിന്നു. അവളും രാജാവും വിക്രമാദിത്യനോട് മാപ്പ് യാചിച്ചു. വിക്രമാദിത്യനും സന്താനവല്ലിയും കുറെ കാലം അവിടെ ആനന്ദിച്ച് ജീവിച്ചതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. ബ്രാഹ്മണ ബാലനെ തിരിച്ചു കിട്ടിയ ബ്രാഹ്മണന്റെ സന്തോഷം സീമാതീതമായിരുന്നു. ഉജ്ജയിനിയിലെ ജനങ്ങൾ തങ്ങളുടെ ചക്രവർത്തിയുടെ വീരപരാക്രമങ്ങൾ കേട്ടറിഞ്ഞ് ആനന്ദ പരവശരായി. അങ്ങനെയുള്ള വീരകേസരിയായിരുന്ന വിക്രമാദിത്യന്റെ സിംഹാസനത്തിലിരിക്കുവാൻ ഭോജരാജാവേ, അങ്ങേക്കുള്ള യോഗ്യത എന്താണ്? ശാരദ എന്ന സാലഭഞ്ജിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ നേരം നന്നേ ഇരുണ്ടു തുടങ്ങിയിരുന്നു. കൂട്ടുകാരെ, വിക്രമാദിത്യ കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അടുത്ത കഥയായ പ്രിയംവദ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. അപ്പോൾ വീഡിയോസ് എല്ലാം കാണുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. ബൈ.